രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സമഗ്ര പരിശോധനയ്ക്ക് SIT. ട്രസ്റ്റിന്റെ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് തീരുമാനം. അയോധ്യ സന്ദർശനത്തിനെത്തിയ UP കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോഴും വീട്ടുതടങ്കലിലാണ്. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഈ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കൂടുതൽ കാര്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. അതെ, കാരണം വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ 5 വർഷത്തെ സംഭാവനകൾ അല്ലെ ട്രസ്റ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ ബാങ്ക് റെക്കോർഡുകളും മറ്റ് രേഖകളും പരിശോധിക്കാനാണ് ഇപ്പോൾ ട്രസ്റ്റിന് SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് ബാങ്ക് രേഖകൾ ഹാജരാക്കണമെന്ന നോട്ടീസാണ് ഇപ്പോൾ SIT ട്രസ്റ്റിന് നൽകിയിരിക്കുന്നത്. എത്ര സംഭാവനകൾ ലഭിച്ചു, ഈ സംഭാവനകൾ സംബന്ധിച്ച എത്ര രൂപകൾ ബാങ്കിൽ ലഭിച്ചു, ആ ബാങ്കിൽ ഇത് സംബന്ധിച്ച പൂർണ്ണ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനുള്ള ഒരുക്കത്തിലാണ് SIT. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അത് സമഗ്രമായ ഒരു അന്വേഷണം, സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള സമഗ്രമായ അന്വേഷണം നടക്കുന്നു. ഈ ചെറിയ മീനുകൾ മാത്രമല്ല, 8 പേർ മാത്രമല്ല, അതിന് മുകളിലോട്ട് 80 പേര് 72 പേരുടെ പട്ടിക തയ്യാറാക്കി SIT തയ്യാറാക്കി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വിശദമായ ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു അന്വേഷണം, അതേപോലെ തന്നെ അക്കൗണ്ടുകൾ, അതേപോലെ തന്നെ മറ്റു സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി വാങ്ങിയതടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ SITയുടെ പരിധിയിൽ വരുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായാണ് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളുടെയും രേഖകൾ ഇപ്പോൾ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ശരത് ലാൽ.